ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേരം മോർണിംഗ് വാക്കിനിറങ്ങി. എന്തുപറ്റി? വൈകുന്നേരം മോർണിംഗ് വാക്ക് പറ്റില്ല അല്ലേ? ശരി, എന്നാൽ പിന്നെ ഈവനിങ് വാക്ക്. ഓക്കെ, ചെറുപ്പക്കാരൻ വൈകുന്നേരം ഈവനിങ് വാക്കിനിറങ്ങി. ഈവനിങ് വാക്കിനൊക്കെ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോവുക എന്നുള്ളത് അതിന് നല്ല തൻ്റെ ഇടം വേണം. സാധാരണഗതിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടും. എന്താ കൂടെ കൂട്ടാൻ കാരണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനവനെക്കുറിച്ചൊന്നും പറയണ്ട, കൂടെ വരുന്ന ആളെക്കുറിച്ചൊന്നും പറയണ്ട, പിന്നെയോ ബാക്കിയുള്ളവരെക്കുറിച്ച് പറയാൻ സൗകര്യമാണ്. അപ്പോൾ അവനവനെക്കുറിച്ച് ആലോചിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ തേടുക. സ്വാമിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, കുറച്ചൊക്കെ ഒറ്റയ്ക്ക് നടന്നും ഒറ്റയ്ക്കിരുന്നും ശീലിക്കണം. ഓക്കെ, നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. കുറച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉപരിപ്ലവമായിട്ട് പോരാ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് നമ്മളെല്ലാവരും നല്ലവർ തന്നെയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നും ഒറ്റയ്ക്കിരുന്നും കൂടി ശീലിക്കണം. എപ്പോഴും ഇങ്ങനെ കൂട്ടുകെട്ട് വളരെ നല്ലതാണ്, പക്ഷേ അതിൽ മാത്രം മുഴുകാതിരിക്കാനും പഠിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ചെറുപ്പക്കാരൻ ഈവനിങ് വാക്കിന് പോയി. അദ്ദേഹം ഒരു കടൽക്കരയിൽ എത്തി. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. കടൽക്കരയിൽ സൂര്യാസ്തമയം നോക്കി അദ്ദേഹം ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. റിലാക്സ് ചെയ്യാൻ നല്ലതാണ് അല്ലേ? കടൽക്കര ഒന്നാമത് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഇടമാണ്. സൂര്യാസ്തമയം കൂടിയാണെങ്കിലോ വളരെ സൗകര്യമായി. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാറില്ലേ? അങ്ങനെ ഇരുന്ന് സൂര്യാസ്തമയം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി, ഒന്ന് നീന്തിയാ തിരക്കേടില്ല. കടലിൽ നീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ശേഷി തന്നെ വേണം. എന്തായാലും ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ബാക്കിയൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം ഇദ്ദേഹം കടലിൽ നീന്തി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ ഇദ്ദേഹം കയറിയിരുന്നു. വീണ്ടും റിലാക്സ് ചെയ്യാൻ വേണ്ടി കൈ ഇങ്ങനെ പിറകി കൊണ്ടുപോയ സമയത്ത് അവിടെ ഒരു സഞ്ചി കയ്യിൽ തടഞ്ഞു. ഇദ്ദേഹം സഞ്ചി തികച്ചും സ്വാഭാവികമായിട്ട് നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ എടുക്കും. പക്ഷെ അദ്ദേഹത്തിന് അതിലേക്ക് നോക്കാൻ താല്പര്യം വന്നില്ല. അദ്ദേഹം സൂര്യാസ്തമയം തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നു. കൈ ഇങ്ങനെ ഇട്ട് തപ്പി നോക്കിയപ്പോൾ അതിൽ നിറയെ കല്ലുകളാണ്. കടൽക്കരയിൽ കല്ല് കിട്ടിയാൽ നല്ല സന്തോഷമാണല്ലോ, അത് നമുക്കിങ്ങനെ എടുത്ത് എറിയാൻ. അപ്പോൾ ഓരോ കല്ലായിട്ട് ഇദ്ദേഹം എടുത്ത് ഇങ്ങനെ കടലിലേക്ക് എറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബ്ലും എന്നുള്ള ശബ്ദം കേൾക്കും അല്ലേ? അത് ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കല്ലുകൾ ഓരോന്നായിട്ട് എറിഞ്ഞുകൊണ്ടേയിരുന്നു. തീർന്നു തോന്നിയപ്പോൾ സഞ്ചി കളയേണ്ട, നല്ലൊരു സഞ്ചി അത് അരയിൽ തിരികെ തിരിച്ചു നീന്തി തിരിച്ചു വന്നു. വസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞു, പിഴിഞ്ഞു കൊടുത്തു, ബാക്കി വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു, നടന്ന് വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് മുറിയിൽ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണക്കാനിടാൻ വേണ്ടി നോക്കിയ സമയത്താണ് സഞ്ചി താഴെ വീണത്. അപ്പോൾ സഞ്ചി കഴുകി എടുത്ത് വയ്ക്കണം. അതിനുവേണ്ടി സഞ്ചി എടുത്ത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ സമയത്ത് അതിലൊരു കല്ല് ബാക്കിയുണ്ടായിരുന്നു. ആ കല്ല് താഴെ വീണു. മുറിയിൽ ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രകാശത്തിൽ ഈ കല്ല് വെട്ടിത്തിളങ്ങണു. കൗതുകത്തോടെ ഇദ്ദേഹം ആ കല്ലെടുത്തപ്പോഴാണ് മനസ്സിലായത് അതൊരു വളരെ വിലപിടിപ്പുള്ള രത്നക്കല്ലാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദ്യം വളരെ സന്തോഷം വന്നു, അടുത്ത നിമിഷം വളരെ സങ്കടം വന്നു. ഒരുപാട് കല്ലുകൾ വെറുതെ എറിഞ്ഞു കളഞ്ഞു അല്ലേ? ഒരുപക്ഷെ അതൊക്കെ രത്നക്കല്ലുകളായിരിക്കണം. അതിൻ്റെ നഷ്ടം ആലോചിച്ച് അദ്ദേഹത്തിന് സങ്കടം വന്നു. ഒന്നേ കിട്ടിയല്ലോ എന്നുള്ളത് ആലോചിച്ച് സന്തോഷം വന്നു. ഈ കഥ ഓർമ്മയിൽ വയ്ക്കണേ. സ്വാമിക്ക് പറയാൻ ഇഷ്ടമില്ല എന്ത്, ഈ
എന്താണ് ദി മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് അങ്ങനെ പറയാൻ സ്വാമിക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാമി ഒരു സ്ഥലത്ത് ഇതുപോലൊരു കഥ പറഞ്ഞു കുട്ടികളോട്. അതിനുശേഷം കുട്ടികളോട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഈ കഥ എന്തൊക്കെയാണ് നിങ്ങളിൽ, എന്തൊക്കെ ഓർമ്മകളാണ് നിങ്ങളിൽ ഉണർത്തിയത് എന്ന് ചർച്ച ചെയ്തിട്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. സ്വാമി പറയാൻ ഉദ്ദേശിച്ച മോറലൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ആ കഥ വെച്ച് അവർ കണ്ടുപിടിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്വാമി അങ്ങനെ സംഗ്രഹിക്കുന്നില്ല. എങ്ങനെ ദി മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് എന്ന് സംഗ്രഹിക്കുന്നില്ല. സ്വാമി അടുത്ത കാലത്ത് സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഒരു കൊച്ചുകുട്ടി ഒരു കഥ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. സ്വാമി ഞാൻ എഴുതിയ കഥയാണ്. സന്തോഷത്തോടെ വാങ്ങി നോക്കി, അടിയിൽ ദി മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന്. കഥ എഴുതുന്നതിന് മുമ്പ് മോറൽ എഴുതാൻ തുടങ്ങിയെന്ന് പറയുക. അപ്പോൾ ആ സമീപനം വേണ്ട. പക്ഷേ ഈ കഥ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലും നമുക്കൊക്കെ ഈ സഞ്ചി കിട്ടിയിട്ടുണ്ട്. ആ സഞ്ചിയിൽ ഒട്ടേറെ രത്നക്കല്ലുകളും ഉണ്ട്. അതിൻ്റെ വിലയറിഞ്ഞ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, അതോ അത് കടലിലെറിഞ്ഞ് കളയുകയാണോ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയാം. ഓക്കെ, ഈ കഥയുടെ സഹായത്തിൽ സ്വാമിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് വാസ്തവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും രത്നക്കല്ല് പോലെയാണ്. അത് നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തപ്പെടുന്നു. കാലം എന്ന് പറയുന്നത് ഒരു വലിയ കടൽ പോലെയാണ്. ആ കടലിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളാകുന്ന രത്നക്കല്ലുകൾ വെറുതെ എറിഞ്ഞ് കളയുകയാണോ, അതോ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആട്ടെ, ഇന്നത്തെ ചർച്ച നമുക്ക് സമയവിനിയോഗവുമായി ബന്ധപ്പെടുത്തി ചെയ്യാം. എല്ലാവരും ഈ വിഷയം ആലോചിച്ച് തുടങ്ങിക്കോളൂ. ഒരു പ്രസ്താവന ഓർമ്മ വരുന്നത്, സമയത്തെ നാം ആദരിക്കുകയാണെങ്കിൽ കാലം നമ്മെ ബഹുമാനിക്കും. സമയത്തെ നാം ആദരിക്കുകയാണെങ്കിൽ കാലം നമ്മെ ബഹുമാനിക്കും. സമയത്തെ നാം അനാദരിക്കുകയാണെങ്കിൽ കാലം നമ്മെ ചവറ്റുകൊട്ടയിലെറിയും. സമയത്തെ നാം അനാദരിക്കുകയാണെങ്കിൽ കാലം നമ്മെ ചവറ്റുകൊട്ടയിൽ എറിയും. ഈ പ്രസ്താവനയും കൂട്ടത്തിൽ ഓർമ്മിക്കാം. ഇനി പറയൂ, എന്താണ് സമയത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൽ സമയത്തെ ആദരിക്കുന്നത് എങ്ങനെ പ്രായോഗികമാവുന്നുണ്ടോ, അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ സമയവിനിയോഗം കൊണ്ട് അല്ലെങ്കിൽ സമയത്തിന് വേണ്ടത്ര ആദരവ് കൽപ്പിച്ചിട്ട് ആരെങ്കിലുമൊക്കെ മഹാത്മാക്കളായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം.